the valley. It's breathing in air so pure, it nurtures your soul. Every boat ride, every forest trail, every safari brings you closer to the wild and closer to yourself. Come, step out of the world and into the wild. അന്തരിച്ച മലയാള സിനിമയിലെ ഇതിഹാസ തിരക്കഥാകൃത്ത്, നടൻ, സംവിധായകൻ ശ്രീനിവാസന്റെ ഭൗതികദേഹം ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. നിരവധി പേരാണ് സാമൂഹിക, സാംസ്കാരിക, സിനിമ, രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് അവിടേക്ക് ഒരു നോക്ക് കാണാനായി ഒഴുകിയെത്തുന്നത്. ബീനാറാണി ഒപ്പം ചേരുന്നുണ്ട്. ബീനാറാണി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇതിഹാസ ചലച്ചിത്രകാരൻ തിരികെ പോകുമ്പോൾ മലയാള സിനിമയിൽ ബാക്കി വയ്ക്കുന്നത് എന്താണ്? ഇപ്പോൾ വിടവാങ്ങുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ നിലവിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ ഒരു ബാഹുല്യം നോക്കിയാൽ തന്നെ മനസ്സിലാവും അദ്ദേഹം മലയാള സിനിമ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രിയങ്കരനായിരുന്നു, എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ള കാര്യം. നിലവിൽ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. മന്ത്രി സജിച്ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. എന്തായാലും മലയാള ചലച്ചിത്ര മേഖലയിലെ നിരവധി സഹപ്രവർത്തകർ അദ്ദേഹത്തെ ഒരു നോക്ക് അവസാനമായി കാണാൻ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 മണി വരെയാണ് എറണാകുളം ടൗൺ ഹാളിൽ അദ്ദേഹത്തെ പൊതുദർശനത്തിൽ എത്തുന്നത്. അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത് എന്തു തന്നെയായാലും സമൂഹത്തിലെ പല പ്രശ്നങ്ങളോടും ആധ്യാത്മികമായും അല്ലാതെയും വിമർശനപരമായും ഒക്കെ പ്രതികരിച്ച ഒരു ആളെന്ന നിലയിലാണ് അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത്. സിനിമയിൽ മാത്രമല്ല, പുറത്തും പല അഭിമുഖങ്ങളിലും സംഭാഷണങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പല കാര്യങ്ങളോടും അദ്ദേഹം കലഹിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് അദ്ദേഹം ജൈവകൃഷി പോലുള്ള സംരംഭങ്ങൾ തുടങ്ങിയതും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതും. എന്തായാലും താൻ ഏറ്റെടുത്ത ഒരു കലാസൃഷ്ടിയെ അത് പരിപൂർണതയിൽ എത്തിക്കുക എന്ന നിലയിലേക്ക് ശ്രീനിവാസനോളം മികച്ചൊരു പ്രതിഭ ഉണ്ടായിട്ടില്ലെന്ന് പറയാം. അദ്ദേഹത്തിന്റെ തിരക്കഥകളെല്ലാം തന്നെ മലയാളി സ്വന്തം ഹൃദയത്തിലേക്ക് വാങ്ങിയിട്ടുള്ള ഒന്നാണ്. എല്ലാ സിനിമകളിലും അദ്ദേഹം പുതിയതായ സംഭാഷണ ശകലങ്ങളും മറ്റും ഇന്നും ഓർമ്മിക്കപ്പെടുന്നതും മറ്റും അതുകൊണ്ടാണ്. തന്നെയായാലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഓർമ്മിച്ചെടുക്കുന്നത് അത് തന്നെയാണ്. തീരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് മലയാള സിനിമയിലെ ഒരു വലിയ പ്രതിഭയായി, ഒരു ഇതിഹാസമായി അദ്ദേഹം വളർന്നത് ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഇല്ലെങ്കിൽ ആ തലമുറയിലുള്ളവരോടൊപ്പം തന്നെ വളർന്ന ഒരു പ്രതിഭാസമായാണ് അദ്ദേഹം വളർന്നു വന്നത്. ഏറെ കാലമായി രോഗബാധിതനായി അദ്ദേഹം അല്പകാലം സിനിമയിൽ നിന്ന് മാറി നിന്നെങ്കിലും പിന്നീട് അദ്ദേഹം 2018 ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതിയ ഞാൻ പ്രകാശൻ എന്ന സിനിമയായിരുന്നു അത്. അതിനു മുമ്പ് അദ്ദേഹം എഴുതിയ സിനിമയിലെ തിരക്കഥകളെല്ലാം തന്നെ ഒരു തലമുറകളെ അതിജീവിക്കുന്നതായിരുന്നു. അതായത് വരുന്ന ആ തലമുറയിലുള്ളവരും ഈ തലമുറയിലുള്ളവരും ഈ പുതിയ ജനപ്രിയ സിനിമകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പുതിയ തലമുറയിലെ ആളുകൾ പോലും പലപ്പോഴും ശ്രീനിവാസന്റെ സംഭാഷണ ശകലങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നത് കാണാമായിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്തും മറ്റും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു സിനിമയിലെ ഏതെങ്കിലും ഒരു സംഭാഷണ ശകലങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാതെ പോകാറില്ല. അതുപോലെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളും, തൊഴിലില്ലായ്മ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന അഴിമതി ആയിക്കോട്ടെ, എന്തിനേയും അദ്ദേഹം പ്രമേയമാക്കിയിരുന്നു. സമൂഹം എന്തു പറയുന്നു എന്ന് അദ്ദേഹം ഒരു കാലത്തും നോക്കിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഓരോ കാലഘട്ടത്തിലും. അതത് കാലഘട്ടത്തിൽ എന്താണോ സമകാലീന വിഷയങ്ങൾ അത് തന്നെയാണ് ശ്രീനിവാസൻ ഉപയോഗിച്ചിരുന്നത്. അതായത് സമൂഹം എങ്ങനെ ചിന്തിച്ചാലും സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഹാസ്യം
ഹാസ്യരൂപത്തിൽ അവതരിപ്പിക്കുക, അത് ആരെയും നിർത്തിക്കാതെ എന്നാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ അവതരിപ്പിക്കുക. ഇതായിരുന്നു ശ്രീനിവാസന്റെ ഒരു ശൈലി എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും സംവിധാനം ചെയ്ത 2 ചിത്രങ്ങൾ നിറഞ്ഞ സദസ്സിൽ ഏറെക്കാലം ഓടിയ ചിത്രങ്ങളാണ്. വടക്കുനോക്കി യന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമളയും. ഈ 2 സിനിമകളും അദ്ദേഹത്തിന് അവാർഡുകളും നേടി, പുരസ്കാരങ്ങളും നേടിക്കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ഏത് വശത്തുകൂടെ നോക്കിയാലും ഒരു ബഹുമുഖ പ്രതിഭ എന്ന പേരിൽ വിശേഷിപ്പിക്കാവുന്ന ഒരാൾ തന്നെയാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, ഇന്ന് രാവിലെ നമ്മളോട് സംസാരിച്ച സഹപ്രവർത്തകരെല്ലാം തന്നെ പലർക്കും ഇത് അവിശ്വസനീയമായി തോന്നുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതായത് അദ്ദേഹം രോഗബാധിതനായി കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമായിരുന്നില്ല, ഇടവേള എടുത്തിരിക്കുകയായിരുന്നു. ആ സമയങ്ങളിൽ പോലും അദ്ദേഹത്തിന് സംസാരിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പോലും ആരുമായി സംസാരിച്ചാലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പുതിയ കാലത്തെ സിനിമകളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് അദ്ദേഹം അത്തരമുള്ള സിനിമകളുമായും അദ്ദേഹം സിനിമ അതിന്റെ സൃഷ്ടികളുമായും മറ്റും അദ്ദേഹം നിരന്തരം കലഹിക്കുകയും പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കാരണം കാലങ്ങളെ അതിജീവിക്കുന്ന അല്ലെങ്കിൽ തലമുറകളെ അതിജീവിക്കുന്ന സിനിമകൾ സൃഷ്ടിച്ച ഒരു മനുഷ്യന് പൊള്ളയായ പുതിയ സിനിമകളോട് യോജിക്കാൻ കഴിയുമായിരുന്നില്ല. അത്തരത്തിൽ പല വിമർശനങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എന്തായാലും സ്വയം വിമർശനം അല്ലെങ്കിൽ സ്വന്തം ഇമേജിനെ പോലും വകവയ്ക്കാതെയുള്ള വിമർശനം നടത്തി അതെല്ലാം തന്നെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുക. അതായത് തിരക്കഥ എഴുതി വെക്കുക മാത്രമല്ല, അതെല്ലാം അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ സിനിമകൾ എടുത്തു നോക്കിയാൽ അതിൽ അദ്ദേഹം ചില സിനിമകളിൽ പ്രതിനായകനാണെന്ന് നമുക്ക് തോന്നിപ്പോകുകയും അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് ഒരു എന്താ പറയാ അതിന്റെ ഒരു ഗ്ലാമർ അല്ലെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെയാണ് അദ്ദേഹം അതിലെല്ലാം അഭിനയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ കാണാനായി 100 കണക്കിന് ആളുകളാണ് എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി നടൻ മമ്മൂട്ടി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. മറ്റ് പല നടന്മാര്, ഇടവേള ബാബു, ടിനിറ്റോന്റെ വ്യക്തിക്കാരടി, രഞ്ജി പണിക്കർ അടക്കം എല്ലാവരും എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. മലയാള സിനിമയിൽ ബഹുമുഖ പ്രതിഭയായി സജീവമായിരുന്ന ശ്രീനിവാസൻ ഇനിയില്ല. തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് തിരികെ പോവുകയാണ് ആ മഹാനടൻ, മഹാതിരക്കഥാകൃത്ത്, മഹാനായ സംവിധായകൻ. ആകെ പറഞ്ഞാൽ മലയാള സിനിമയിൽ ഒരു ഇതിഹാസമാണ് ശ്രീനിവാസൻ. തൊട്ടതെല്ലാം പൊന്നാക്കി എന്നല്ല, തൊട്ടതിലധികവും പൊന്നാക്കിയ തിരക്കഥാകൃത്ത്. താൻ എഴുതുന്ന കഥകളിൽ പ്രേക്ഷകരെ ആകർഷിക്കാൻ സാധ്യതയില്ലെന്ന് തോന്നിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ സ്വയം ചെയ്ത് ഏറ്റവും കയ്യടി ഏറ്റുവാങ്ങുന്ന ഒരു നടൻ കൂടിയാണ് അദ്ദേഹം. ഇന്ന് രാവിലെ മണിയൻപിള്ള രാജു പറഞ്ഞത് MT വാസുദേവൻ നായർ, പത്മരാജൻ, ശ്രീനിവാസൻ. മലയാള സിനിമയിൽ ഏറ്റവും മികച്ച തിരക്കഥകൾ എഴുതിയ 3 പേർ ഇവരാണെന്നാണ്. നോക്കൂ, ശ്രീനിവാസൻ മറ്റ് പുസ്തക രചനകളിലേക്ക് പോയിട്ടില്ല. സിനിമയിൽ മാത്രം നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെത് അജയ്യമായൊരു തിളക്കമാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? കാലാതീതമായ സിനിമകൾ, അങ്ങനെ തന്നെ പറയണം. ശ്രീനിവാസന്റെ ഏത് ചിത്രമാണ് ഇപ്പോൾ കണ്ടാലും മടുപ്പിക്കാത്തത്? എല്ലാ ചിത്രങ്ങളും അങ്ങനെയാണ്, മതിവരില്ല കണ്ടാലും. ഫ്രണ്ട്സ് എന്ന സിനിമയിലെ ഒറ്റ ചിരിമതി മലയാളികൾക്കൊരിക്കലും ആ നടനെ മറക്കാതിരിക്കാൻ. പട്ടണപ്രവേശത്തിൽ, നാടോടിക്കാറ്റിൽ, ഉദയനാണ് താരത്തിൽ, എല്ലാ സിനിമകളിലും ഏതു വേഷം ചെയ്താലും തൻ്റെതായ വഴക്കത്തിലേക്ക് ആ കഥാപാത്രത്തെ കൊണ്ടുവരാൻ ശ്രീനിവാസന് കഴിയുമായിരുന്നു. അതായിരുന്നു ശ്രീനിവാസന്റെ വിജയം. ചെയ്ത സിനിമകളൊക്കെയും മലയാളത്തിൽ അങ്ങനെ സജീവമായി നിൽക്കുകയാണ്. പറയുന്ന വാക്കുകളിൽ, കുറിക്കുകൊള്ളുന്ന ആക്ഷേപഹാസ്യങ്ങളിൽ, പ്രണയം പറയുന്നതിൽ പോലും, രാഷ്ട്രീയം പറയുന്നതിൽ, ഏത് കഥാതന്തുവിനെയും തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവന്ന്
അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവതരിപ്പിക്കാനുള്ള കഴിവായിരുന്നു ശ്രീനിവാസൻ എന്ന പ്രതിഭയെ മാറ്റി നിർത്തിയത്. ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നുണ്ട്. ജിജീഷ്, പറയൂ. പറഞ്ഞതുപോലെ തന്നെ, അതായത് ശ്രീനിവാസൻ എന്ന നടനെ വ്യത്യസ്തനാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഒരുപക്ഷെ മറ്റൊരു നടനും അവകാശപ്പെടാനാകാത്ത, മറ്റൊരു തിരക്കഥാകൃത്തിനും അവകാശപ്പെടാനാകാത്ത, മറ്റൊരു കഥാകൃത്തിനും അവകാശപ്പെടാനാകാത്ത അത്രയധികം ഭാവന സമ്പന്നമായ ഒരു മനസ്സ് അല്ലെങ്കിൽ ആ ഒരു ചിന്തകൾ, അത് തന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ശ്രീനിവാസനെ പോലൊരാൾ, അല്ലെങ്കിൽ അതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് വിലയിരുത്താൻ കഴിയുന്ന ഒരു വ്യക്തിത്വം പോലും ഇല്ല പൊതു രംഗത്ത് അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ എന്നത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. കാരണം അതുപോലെ കഥ എഴുതാൻ കഴിയുന്ന, അതുപോലെ മനസ്സുകളിലേക്ക്, ആളുകളുടെ മനസ്സുകളിലേക്ക് ചിരപ്രതിഷ്ഠ നേടാൻ കഴിയുന്ന, കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ വിമർശനാത്മകമായി സമൂഹത്തിൽ നടമാടുന്ന വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് വിമർശനാത്മകമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന, അത് സിനിമയിലൂടെ രസകരമായി അവതരിപ്പിക്കാൻ കഴിയുന്ന, അത് ആർക്കെതിരെയാണോ വിമർശന ചരങ്ങൾ അവരുടെ മേൽ കുരമ്പുകളായി കുത്തിക്കയറുന്ന രീതിയിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന എല്ലാമായിട്ടുള്ള ഒരു ആള് തന്നെയായിരുന്നു ശ്രീനിവാസൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും, അദ്ദേഹത്തിന്റെ പ്രേക്ഷകർ സ്വീകരിച്ച ഓരോ ചിത്രങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഓരോ ചിത്രവും മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്, എങ്ങനെയാണ് ഓരോ ചിത്രവും പ്രേക്ഷകരെ ഇത്രയധികം ഹൃദയത്തിലേറ്റാൻ കാരണം എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ അത് ആ ഒരു കഥയുടെ വ്യാപ്തി, അല്ലെങ്കിൽ ആ ഒരു തിരക്കഥയുടെ പ്രത്യേകത, തിരക്കഥയുടെ ആഴം എല്ലാം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളെ വ്യത്യസ്തമാക്കുന്നത് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഓരോ പ്രേക്ഷകരും, ഓരോ മലയാളി പ്രേക്ഷകരും ശ്രീനിവാസൻ എന്ന നടനെ അടയാളപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളിലൂടെയുമാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെയാണ്, അദ്ദേഹത്തിന്റെ കഥകളിലൂടെ, ജീവനുകൾ പകർന്നിട്ടുള്ള നിരവധി കഥാപാത്രങ്ങളിലൂടെയാണ്. നടൻ മോഹൻലാൽ അടക്കം എത്രയോ ആളുകൾ ആ ഒരു കഥാതന്തുവിൽ നിന്ന് ജീവൻ എടുത്തുകൊണ്ട് പ്രേക്ഷകരുടെ മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അവസാന സമയങ്ങളിൽ പോലും, അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി വളരെ മോശമാകുന്ന സമയത്ത് പോലും അദ്ദേഹം സിനിമയിൽ നിന്ന് അകന്നു നിൽക്കാനോ, സിനിമയിൽ നിന്ന് മാറി നിൽക്കാനോ, സിനിമയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനോ ഒരു ഘട്ടത്തിലും ശ്രമിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത്. വിശ്രമ ജീവിതം എന്നൊന്ന് അദ്ദേഹം ഒരു ഘട്ടത്തിലും ആഗ്രഹിച്ചിരുന്നില്ല. ആ സമയത്ത് പോലും സിനിമാ മേഖലയിലെ തന്റെ സുഹൃത്ത് വലയവുമായി ചേർന്ന് പുതിയ പുതിയ കഥകളെ കുറിച്ച് ചർച്ച ചെയ്തു. പുതിയ സിനിമകൾ നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ വന്നു. അത് അങ്ങനെയാണ് സത്യനന്ദിക്കാടുമായി എല്ലാമുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ തന്നെ സൂചിപ്പിക്കുന്നത് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട്, പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകൾ പോലും ഒരു ഘട്ടത്തിൽ നടന്നിരുന്നു സത്യനന്ദിക്കാട് അടക്കമുള്ള ആളുകളുമായി എന്നത് തന്നെയാണ്. കാരണം അങ്ങനെ സിനിമാ മേഖല വിട്ട് മാറി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. എന്നാൽ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, സമൂഹത്തിൽ പ്രതികരിക്കേണ്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയും മാറി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. കാരണം ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ ജിജീഷിലേക്ക് വരാം. ഒരു ഇടവേള കൂടി വേണം. ഇടവേള കഴിഞ്ഞു വരാം. എന്റെ പാർട്ണറെ ഞാൻ കണ്ടെത്തിയത് ജോഡി ആപ്പിലൂടെയാണ്. ലേഡീസിന് അതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ജോഡി ആപ്പ് വഴി എനിക്ക് നല്ലൊരു ലൈഫ് പാർട്ണറെ കിട്ടി. ജോഡി ആപ്പ് ഇത് ഡിപ്ലോമ +2 10 അതിലും താഴെ വിദ്യാഭ്യാസമുള്ളവർക്ക് വേണ്ടിയുള്ള മികച്ച പ്ലാറ്റ്ഫോം. മനു 899 രൂപയ്ക്ക് ഭാര്യയ്ക്ക് ഒരു സാരി വാങ്ങി. അപ്പൊ 3 സാരി വാങ്ങിയാൽ എത്ര രൂപയാകും? 899. അതെങ്ങനെ? ടീച്ചറെ, കല്യാൺ സിൽക്സിൽ ഇപ്പോ 3-in-1 കോംബോ ഓഫർ ഉണ്ട്. അപ്പോ ഒരു ഡ്രസ്സിന്റെ വിലയ്ക്ക് 3 എണ്ണം കിട്ടും. കല്യാൺ സിൽക്സ് 3-in-1 കോംബോ ഓഫർ ഇപ്പോൾ 3 ഇരട്ടി ലാഭം. 6 മാസം കൊണ്ട് ഫ്ലാറ്റ് ഹാൻഡ് ഓവറോ? ഇനി ഒരു ലോണിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. നീ ആ KSF പുതിയ ഹാർമണി ചിട്ടിയിൽ ചേരും. ഞാൻ വീട് വെച്ചത് KSF ചിട്ടിയുടെ ധൈര്യത്തിലല്ലേ. KSF, ഈ നാടിന്റെ ധൈര്യം. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം.
നടൻ ശ്രീനിവാസൻ ഇനി ഓർമ്മ. തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് നടന്നകലുകയാണ്. പക്ഷേ ഇവിടെ ബാക്കിയാകുന്നത് എത്രയോ മനോഹരമായ രാഷ്ട്രീയ സന്ദേശം പകരുന്ന, ആക്ഷേപഹാസ്യം വിളമ്പുന്ന, മലയാളികളുടെ മനസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എത്രയോ സിനിമകൾ ഇവിടെ ബാക്കിയാണ്. ജിജീഷ്, തുടരാം. നിൽക്കുന്ന ആ ഒരു കഥാപാത്രങ്ങൾ മാത്രം മതി അദ്ദേഹത്തെ എന്നും ഓർക്കാൻ. ആരായിരുന്നു ശ്രീനിവാസൻ മലയാള സിനിമയ്ക്ക്, ആരായിരുന്നു ശ്രീനിവാസൻ പൊതുസമൂഹത്തിന് എന്ന് ഓരോ മനുഷ്യർക്കും അടയാളപ്പെടുത്താൻ അദ്ദേഹം ബാക്കി വെച്ചു പോകുന്ന ആ സിനിമകളും അതിലെ കഥാപാത്രങ്ങളും, ആ കഥാപാത്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ചില ഏറ്റവും പ്രധാനപ്പെട്ട കഥാതന്തുവും ആക്ഷേപ വിമർശനങ്ങളും എല്ലാം തന്നെ മതി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ തൂലികകളെ ശക്തമാക്കാൻ എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അങ്ങനെ മലയാള ചലച്ചിത്ര ലോകത്തിന് തന്നെ തന്റേതായ സംഭാവനകൾ കൈമാറിക്കൊണ്ട് മറക്കാനാകാത്ത സംഭാവനകൾ നൽകി തന്നെയാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകളിൽ സജീവമായിരുന്നു. രാത്രി വൈകുവോളം നീളുന്ന ചർച്ചകൾ. ആ ചർച്ചകളിലെല്ലാം ഉരുത്തിരിഞ്ഞു വന്നത് പുതിയ ഒരു സിനിമകൾ, പുതിയ കഥാതന്തുക്കൾ മലയാള സിനിമയ്ക്ക് എങ്ങനെ നൽകാം, ആ മലയാള സിനിമയുടെ ഭാഗമായി എങ്ങനെ കൂടുതൽ ശക്തമായ കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകാമെന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആലോചനകളിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഏതെങ്കിലും ഒരു സിനിമാ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ഒരു ഘട്ടത്തിലും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. മറിച്ച് ചില സാഹചര്യങ്ങളിലെല്ലാം തനിക്ക് പറയേണ്ട കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ അദ്ദേഹം തയ്യാറായി. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മറയില്ലാതെ പറയാൻ അദ്ദേഹം തയ്യാറായി എന്നത് തന്നെയാണ്. അഭിപ്രായങ്ങൾ പറയേണ്ട ഘട്ടങ്ങളിൽ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു. ആ അഭിപ്രായങ്ങളുടെ ശക്തി തന്നെയാണ് ശ്രീനിവാസനെ വ്യത്യസ്തനാക്കിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് വിമർശന സ്വഭാവത്തോടെ പ്രതികരിച്ച ആളുകളുണ്ട്, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളുണ്ട്. അപ്പോഴും അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ ജൈവ കൃഷിയിലേക്ക് തിരിയുമ്പോൾ അവിടെയും അദ്ദേഹത്തിന് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടായിരുന്നു. വിഷം കഴിക്കുന്ന മനുഷ്യരെയല്ല വേണ്ടത്, വിഷം നിറഞ്ഞ പച്ചക്കറികളല്ല വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ജൈവ കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിച്ചു. അതേ സമയത്ത് തന്നെ ശുദ്ധമായ മത്സ്യങ്ങളുടെ വിതരണം, അതായത് ചീത്തയാവാതിരിക്കാൻ കെമിക്കലുകൾ തളിച്ചിരിക്കുന്ന മത്സ്യങ്ങൾ ആളുകളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി അവിടെയും അദ്ദേഹം വ്യത്യസ്തത. കൃഷിയിൽ അദ്ദേഹം പുതിയ പരീക്ഷണങ്ങൾ നടത്തി, അത് വിജയകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ആ കൃഷിയിലെ പരീക്ഷണങ്ങളെല്ലാം തന്നെ അദ്ദേഹം വിജയിപ്പിച്ചെടുത്തു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം കൈവച്ച മേഖലകളിലെല്ലാം തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാനും അവിടെയെല്ലാം വിജയിക്കാനും കഴിഞ്ഞു എന്നത് തന്നെയാണ് അദ്ദേഹം ശ്രീനിവാസനെ വ്യത്യസ്തനാക്കുന്നത്. അത് ജൈവ കാർഷിക മേഖലയിലാണെങ്കിലും ചലച്ചിത്ര മേഖലയിലാണെങ്കിലും സാമൂഹ്യ മേഖലയിലാണെങ്കിലും എല്ലാം തന്നെ ഈ ഒരു സാമൂഹ്യ പ്രതിബദ്ധത തന്നെയാണ് പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വങ്ങളെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം പൊതു തെരഞ്ഞെടുപ്പുകളിൽ പോലും ശ്രീനിവാസൻ എന്ന നടൻ പരിഗണിക്കപ്പെടാൻ കാരണം. അദ്ദേഹത്തിന്റെ ഈ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനങ്ങൾ, സാമൂഹ്യ നന്മ ലാക്കാക്കിയുള്ള പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടിയുള്ള യാത്രകൾ, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാം തന്നെയാണ് മനുഷ്യനെ ഈ ഒരു അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ തെളിവുകളായി മാറുകയും ചെയ്യുന്നത്. യെസ്, രേഷ്മ ബാബു കൂടി ഒപ്പം ചേരുന്നുണ്ട്. രേഷ്മ, ഈ പൊതുദർശനം എത്ര സമയം വരെയാണ് പറഞ്ഞിട്ടുള്ളത്? 3 മണിവരെയാണ് ടൗൺ ഹാളിലെ പൊതുദർശനത്തിനുള്ള സമയം ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ അണമുറിയാത്ത ഒരു പ്രവാഹം ഇവിടെയുണ്ട്. സിനിമാ മേഖലയിൽ ശ്രീനിവാസനോട് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നവർ, ശ്രീനിവാസനെ സ്നേഹിക്കുന്ന നിരവധി പേർ പൊതുദർശനത്തിന് സൗകര്യം ക്രമീകരിച്ചിട്ടുള്ള ടൗൺ ഹാളിലേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട്. നാനാവിധ മേഖലകളിലുള്ള ആൾക്കാർ, അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ, പ്രേക്ഷകരായിട്ട് ശ്രീനിവാസനെ നെഞ്ചോട് ചേർത്തവർ ഒക്കെ തന്നെ ഇവിടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, രാജീവ് എന്നിവർ, മന്ത്രി രാജീവ്, സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ദിലീപ് ഉൾപ്പെടെ ആളുകൾ ഇപ്പോഴും ആ ശൈലിക്ക് അരികിൽ തന്നെയുണ്ട്. അവസാനമായിട്ട്
ശ്രീനിയെ ഒരു നോക്ക് കാണാനായിട്ട് എത്തിച്ചേർന്ന നിരവധി പേര് ഇവിടെയുണ്ട്. സിനിമാ മേഖലയിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചവർക്ക് പുറമെ ഈ യുവതലമുറയിൽപ്പെട്ട കലാകാരന്മാരും ശ്രീനിവാസനെ ഒരു നോക്ക് കണ്ട് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് ടൗൺ ഹാളിലേക്ക് എത്തുന്നുണ്ട്. മകൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ഭാര്യ വിമല, സംവിധായകൻ ജോഷി, സംവിധായകനായിട്ടുള്ള വിനയൻ, സത്യനന്ദിക്കാട്, നടൻ ദിലീപ് എന്നിവർ ശ്രീനിയുടെ ഭൗതിക ദേഹത്തിന് തൊട്ടരികെ ചേർന്ന് തന്നെ ഇരിപ്പുണ്ട്. അവസാനമായിട്ട് ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം എല്ലാവരും ചേർന്നിരുന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹത്തിനരികിൽ നിറകണ്ണുകളോടുകൂടി അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കിട്ട് അവിടെ ഇരിപ്പുണ്ട്. നിരവധി പേരാണ് ഈ ടൗൺ ഹാളിലേക്ക് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള സമയത്തിൽ ഒരുപക്ഷെ ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം, 1 മണിക്കൂർ കൂടി നീണ്ടു പോയേക്കാം എന്നുള്ള ഒരു സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വൈകുന്നേരത്തോടു കൂടി കണ്ടനാട്ടെ ശ്രീനിവാസന്റെ സ്വന്തം വീട്ടിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകും. അവിടെയും പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നാട്ടുകാർക്കും ഉച്ച ബന്ധുക്കൾക്കും അന്തിമോപചാരം അർപ്പിക്കാനായിട്ടാണ് സൗകര്യം ക്രമീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം നാളെ രാവിലെ 10 മണിയോടുകൂടി ശവസംസ്കാര ചടങ്ങുകൾ നടക്കും. സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത് 10 മണിക്കാണെങ്കിലും ഒരുപക്ഷെ മാറ്റം ഉണ്ടായേക്കാം. സമയക്രമത്തിൽ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ കൃഷ്ണാജിനോട് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആളുകൾ ഒന്നൊന്നായിട്ട് ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്. രാവിലെ 8:30 കൂടിയായിരുന്നു അന്ത്യം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അത് അറിഞ്ഞുകൊണ്ടേ വിവിധ മേഖലകളിൽ ഉള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തുക്കളൊക്കെ തന്നെ പല ജില്ലകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരൊക്കെ തന്നെ ഓടി ഇവിടേക്ക് എത്തുന്നുണ്ട്. സിനിമ ഷൂട്ടിങ്ങിന് പോയിരുന്ന ആളുകളൊക്കെ തന്നെ ഉച്ചയോടുകൂടി ഏകദേശം 3 മണിക്ക് മുൻപായിട്ട് ടൗൺ ഹാളിലേക്ക് എത്തിച്ചേരും. അങ്ങനെ വരാൻ സാധിക്കാത്തവർക്ക് നാളെ വീടുകളിൽ വീട്ടിൽ കണ്ടനാട്ടെ വീട്ടിൽ പൊതുദർശനത്തിനുള്ള സമയമുണ്ട്. അതുകൊണ്ട് അവിടേക്കും കുറച്ചു പേരൊക്കെ തന്നെ എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ കണ്ടനാട്ടെ വീട്ടിൽ ആയിരുന്നു രാവിലെ അന്തിമോപചാരം അർപ്പിച്ചത്. കൃഷ്ണാജി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീനി എന്നുള്ള വിളിപ്പേര് അത് മലയാള സിനിമയ്ക്ക് ഒരിക്കലും ഒരു കാലഘട്ടത്തിൽ മറക്കാൻ സാധിക്കില്ല. കാരണം ശ്രീനിവാസൻ എന്നുള്ള മുഴുവൻ പേരിലൂടെ അല്ല അദ്ദേഹം മലയാളികൾക്കാണെങ്കിലും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും അറിയപ്പെട്ടിരുന്നത്. മറിച്ച് ശ്രീനി എന്നുള്ള ആ 2 വാക്കിൽ എല്ലാം ഒതുങ്ങിയിരുന്നു. ഒരു കലാകാരൻ എന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യത്വമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ വേണം നമ്മൾ ശ്രീനിവാസനെ വിലയിരുത്താൻ. കാരണം അദ്ദേഹം പല സമയങ്ങളിലും അദ്ദേഹം സാധാരണക്കാരന്റെ ചിന്തകളിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ സിനിമ ആവിഷ്കരിച്ചെടുക്കാനായിട്ടുള്ള എല്ലാ സന്ദർഭങ്ങളും ഉണ്ടാക്കിയെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഒരു മാധ്യമം എന്നുള്ളൊരു സിനിമയെ അദ്ദേഹം ഒരു മാധ്യമമായിട്ട് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പറയാനായിട്ട് ഉപയോഗിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ അത്തരത്തിലുള്ളതാണ്. ആ ഒരു സവിശേഷത അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് മാത്രമല്ല ആ വ്യക്തിക്കുമുണ്ട്. കാരണം സിനിമയിലെ എല്ലാ മേഖലകളിലും അദ്ദേഹം കയ്യൊപ്പ് ചാർത്തതിനു ശേഷം സജീവമായിട്ട് എല്ലാ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഈ അവസാന കാലഘട്ടം വരെ അദ്ദേഹം സിനിമാ മേഖലയിൽ അവാർഡ് പരിപാടികളിലാകട്ടെ സിനിമാ കൂട്ടായ്മകളിലാകട്ടെ അങ്ങനെ എല്ലാ പരിപാടികളിലും അദ്ദേഹം സാന്നിധ്യം കൊണ്ട് തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്നിരുന്നു. അപ്പോഴൊക്കെ തന്നെ സുഹൃത്തുക്കൾക്ക് ശ്രീനിവാസനെ കാണാനായിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. പലപ്പോഴും കണ്ടനാട്ടെ വീട്ടിലെത്തി സംവിധായകരായിട്ടുള്ള സുഹൃത്തുക്കളും നടന്മാരായിട്ടുള്ള സുഹൃത്തുക്കളും ശ്രീനിവാസനെ കണ്ട് അദ്ദേഹത്തോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുകയൊക്കെ തന്നെ ചെയ്തത്. അങ്ങനെ തിരിച്ചു വരുന്ന ഒരു സമയത്ത് തന്നെയാണ് പെട്ടെന്ന് ഒരു അസ്വസ്ഥത ഉണ്ടാവുകയും താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. 8:30 കൂടെയാണ് അന്ത്യം സംഭവിച്ചത്. ശ്രീനിവാസൻ എന്നുള്ള ഒരു നടൻ മൺമറയുന്ന സമയത്ത് നടൻ മാത്രമല്ല സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, കഥാകാരനാണ്. അത്തരത്തിൽ ആ ഒരു സർവകലാ വല്ലഭനായിട്ടുള്ള ശ്രീനിവാസൻ മൺമറയുമ്പോൾ ആ വ്യക്തി മാത്രമേ പോകുന്നുള്ളൂ. അദ്ദേഹം രചിച്ച രചനകൾ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സിനിമകൾ ഒക്കെ തന്നെ പ്രേക്ഷകർക്ക് എല്ലാ കാലവും കാലാതീതമായിട്ട് നിലനിൽക്കുന്ന സംഭാഷണങ്ങൾ ഒക്കെ തന്നെ സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം വിട പറഞ്ഞത്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹം കയ്യൊപ്പ് ചാർത്തിയ എല്ലാ സിനിമകളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചെറിയ കഥാപാത്രമായിക്കോട്ടെ, സഹനടൻ എന്നുള്ള രീതിയിലുള്ള കഥാപാത്രമായിക്കോട്ടെ, ആ കഥാപാത്രം ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രീനിവാസന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രത്തിന്റെയും പേരുകൾ ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നതിലൂടെ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ കഥാപാത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അഭിനയ ശൈലിയുണ്ട്. ആ ശ്രീനിവാസ ശൈലി എന്ന് പറയുന്നത്
വ്യത്യസ്തതകൾ നിറഞ്ഞതാണ്. അത് മറ്റാർക്കും പകർത്തുവാനായിട്ടോ അല്ലെങ്കിൽ അത് പകർത്തിക്കൊണ്ട് പിന്നീട് ആവിഷ്കരിക്കുവാനായിട്ടോ സാധിക്കുന്ന ഒന്നല്ല. ശ്രീനിവാസന്റേതായിട്ടുള്ള സംവിധാന ശൈലിയായിക്കോട്ടെ, കഥാരചന ശൈലിയായിക്കോട്ടെ, തിരക്കഥാ സംഭാഷണം ശ്രീനിവാസൻ എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ചിത്രത്തിൽ ഒരു വിജയ കണിക ഉണ്ടാകും. ആ വിജയ കണികയിലൂടെ വിജയിച്ച് കയറാം, മെഗാ ഹിറ്റ് അടിക്കാം എന്നുള്ളതാണ് ഓരോ നടന്റെയും സ്വപ്നം. കാരണം ശ്രീനിവാസൻ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് തന്നെ അത്ര കണ്ട് മൂല്യവത്തായിട്ടുള്ള ഒരു സിനിമയുടെ ഭാഗമാകുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ കാലഘട്ടത്തിലും എല്ലാ സംവിധായകർക്കും ശ്രീനിവാസന്റെ തിരക്കഥകൾ കിട്ടാനായിട്ട് വളരെ ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിന്റെ കഥകളിൽ സംവിധാനം ചെയ്യണമെന്നുള്ള ആഗ്രഹമായിട്ട് യുവതലമുറയിൽപ്പെട്ട ആളുകൾ കൂടി എത്തിച്ചേർന്നത്. അത് മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ സിനിമകളിൽ അദ്ദേഹത്തിനോട് ചേർന്ന് നിന്ന് അദ്ദേഹത്തിന്റെ സിനിമകളുടെ ഭാഗമാകാൻ ഏവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ ശ്രീനിവാസൻ എന്നുള്ള കഥാപാത്രങ്ങളിൽ ശ്രീനിവാസന്റേതായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സംഭാവന ആ നായക കഥാപാത്രങ്ങൾക്കും ഉണ്ടായിരുന്നു. അയാൾ കഥ എഴുതുകയാണെന്ന സിനിമയിലൊക്കെ തന്നെ മോഹൻലാലിന് അത്ര കണ്ട് വലിയ പരിവേഷം കൊടുക്കാനും മോഹൻലാലിന്റേതായിട്ടുള്ള എല്ലാ അഭിനയ മുഹൂർത്തങ്ങളും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ഒളിപ്പിച്ചിരുത്തുവാനായിട്ട് സാധിച്ചത് ശ്രീനിവാസന്റെ ആ തൂലികയിലൂടെ തന്നെയാണ്. ചിന്താവിഷ്ടയായിട്ടുള്ള ശ്യാമള എന്ന് പറയുന്ന ആ സിനിമ ഏറെ സമകാലിക പ്രസക്തി ഉള്ളതാണ്. ആ ഒരു കാലഘട്ടത്തിൽ വർഷങ്ങൾക്കപ്പുറത്തേക്ക് ആ ഒരു സിനിമ അന്ന് രചിച്ച് അല്ലെങ്കിൽ ആ ഒരു സിനിമ ആവിഷ്കരിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ആ സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ ശ്രീനിവാസന്റെ ആ തുല്യത്തുമ്പിൽ പിറന്ന ആ സിനിമയ്ക്ക് അത്ര കണ്ട് പ്രാധാന്യം കേരള സമൂഹത്തിലുണ്ടായിരുന്നു. ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു വിഷയത്തെ ഏത് വിധത്തിൽ സിനിമയുടെ ഞാൻ രേഷ്മയിലേക്ക് വരാം. ഏതായാലും തീരാനഷ്ടം എന്ന വാക്ക് ശ്രീനിവാസന്റെ കാര്യത്തിൽ വളരെ കൃത്യമാണ്. ഇനിയും എത്രയോ കഥകൾ മനസ്സിലുണ്ടായിരുന്നിരിക്കാം, എത്രയോ വരികൾ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കെൽപ്പുള്ളത് ആ കൈവഴക്കത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ രോഗബാധിതനായ ശേഷം കഥ എഴുതാൻ, തിരക്കഥയാക്കാൻ, സിനിമയാക്കാനുള്ള മോഹങ്ങളൊക്കെ മാറ്റിവെച്ചിരുന്നു. എന്നിട്ടും തൻ്റെ പ്രിയപ്പെട്ട രണ്ടാമത്തെ മകൻ ധ്യാൻ ശ്രീനിവാസന്റെ തിരക്കഥയിൽ വന്ന ചിത്രത്തിൽ അഭിനയിച്ചാണ് മടക്കം എന്നുകൂടി നമ്മൾ ഓർക്കണം. അതും ഒരു നിയോഗമാണല്ലോ. ഇടവേളയ്ക്ക് ശേഷം വരാം. മനു 899 രൂപയ്ക്ക് ഭാര്യയ്ക്കൊരു സാരി വാങ്ങി. അപ്പൊ 3 സാരി വാങ്ങിയാൽ എത്ര രൂപയാകും? 899. അതെങ്ങനെ? ടീച്ചറെ, കല്യാൺ സിൽക്സിൽ ഇപ്പോ 3-in-1 കോംബോ ഓഫർ ഉണ്ട്. അപ്പോ ഒരു ഡ്രസ്സിന്റെ വിലക്ക് 3 കിട്ടും. കല്യാൺ സിൽക്സ് 3-in-1 കോംബോ ഓഫർ ഇപ്പോൾ 3 ഇരട്ടി ലാഭം. Uttarakhand, the divine land of the gods. Each year, as summer arrives, this sacred